നിങ്ങൾക്കറിയാമോ ലോകത്തിലെ 7 എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായ പനാമ കനാലിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരാരാണെന്ന്? അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചത് മുതൽ അദ്ദേഹം ആവർത്തിക്കുന്നതും ലോകത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നതുമായ പേരാണ് പനാമ കനാൽ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പനാമയിൽ സ്ഥിതി ചെയ്യുന്നതും പനാമ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പനാമ കനാൽ അതോറിറ്റി നിയന്ത്രിക്കുന്ന കനാൽ പിടിച്ചെടുക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇതിന് ട്രംപ് സൈനിക ശക്തി ഉപയോഗിക്കുമോ എന്നതും കനാൽ അടച്ചിടാൻ പനാമ മുതിരുമോ എന്നതുമാണ് ലോകത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന ഘടകങ്ങൾ. എന്താണ് പനാമ പ്രതിസന്ധി? ആരാണ് പനാമ കനാലിൻ്റെ യഥാർത്ഥ അവകാശികൾ? ട്രംപ് എന്തുകൊണ്ടാണ് പനാമ കനാലിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കുന്നത്? ഇത്തരത്തിൽ അനേകം ചോദ്യങ്ങളാണ് ലോകത്ത് ഇന്നുയരുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ പനാമ കനാലിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സാമ്പത്തികവും അല്ലെങ്കിൽ വാണിജ്യ പ്രാധാന്യവുമെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്ന കപ്പൽ ചാലിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് ട്രംപ് കണ്ണുവച്ചിട്ടുള്ള പനാമ കനാൽ. മലയാളികളായ നമ്മൾ പനാമ കടലിടുക്ക് എന്ന് സിമ്പിളായി പറയുന്ന ഇടം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പനാമയിലെ ഇസ്തുമസിന് കുറുകെ 82 കിലോമീറ്റർ നീളമുള്ള ഒരു കൃത്രിമ ജലപാത. 2 വലിയ ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതും 2 ജലാശയങ്ങളെ വേർതിരിക്കുന്നതുമായ ഇടുങ്ങിയ കരയാണ് ഇസ്തുമസ്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ബന്ധിപ്പിക്കുന്ന പനാമയിലെ ഇസ്തുമസ് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ വേർതിരിക്കുന്നു. കരീബിയൻ പ്ലേറ്റ് വടക്ക് തെക്കേ അമേരിക്കൻ പ്ലേറ്റുകൾക്കിടയിൽ നീങ്ങിയപ്പോൾ ടെക്ടോണിക് പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടതാണ് ഈ ഇസ്തുമസ്. ഇത് മുറിച്ചാണ് മനുഷ്യനിർമ്മിത കടലെടുക്ക് സൃഷ്ടിച്ചത്. ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള കടലെടുക്കാണിത്. ആഗോള സമുദ്ര വ്യാപാരത്തിനുള്ള ഒരു പ്രധാന പാതയായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ജലപാതയുടെ പ്രാധാന്യമങ്ങ് കുറച്ചു പറഞ്ഞതായി തോന്നും. അമേരിക്കയിലെ ന്യൂയോർക്കിനും സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഇടയിലുള്ള യാത്രയിൽ കനാൽ 15,000 കിലോമീറ്റർ ലാഭിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കനാൽ അമേരിക്കയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് വ്യക്തമാകൂ. അമേരിക്കയുടെ കണ്ടെയ്നർ ഗതാഗതത്തിൻ്റെ 40% ഈ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിനും ഇച്ഛാശക്തിക്കും മകുടോദാഹരണമാണ് ഈ കനാൽ. 900-ൽ പരം അമേരിക്കൻ പനാമ തൊഴിലാളികളാണ് ഒരേ സമയം കനാലിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത്. 77 കിലോമീറ്ററാണ് ശരിക്കും നീളം. കനാൽ താണ്ടാൻ കപ്പലുകൾക്ക് ശരാശരി 8 മുതൽ 10 മണിക്കൂർ വരെ ആവശ്യമുണ്ട്. കനാലിലേക്ക് കപ്പൽ കടക്കുന്നത് മഹാസമുദ്രത്തിൽ നിന്നാണല്ലോ. പനാമയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് പനാമാക്സ് എന്ന് വിളിപ്പേരുണ്ട്. പനാമാക്സിലും വലിയ കപ്പലുകൾക്ക് കനാൽ ഉപയോഗിക്കാനാകില്ല. 8,000 നോട്ടിക്കൽ മൈൽ ഏതാണ്ട് 15,000 കിലോമീറ്റർ യാത്രാദൂരം കുറയുന്നു എന്നതുകൊണ്ടാണ് ഈ സാഹസത്തിന് മനുഷ്യർ മുതിർന്നത്. പനാമ കനാൽ ഇല്ലായിരുന്നുവെങ്കിൽ തെക്കേ അമേരിക്കൻ വൻകര മുഴുവൻ ഒരു വലത്ത് വെച്ച് മാത്രമേ പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്കും തിരിച്ചും കപ്പലുകൾക്ക് പ്രവേശിക്കാനാകൂ. ഒരു കപ്പൽ മാത്രം 15,000 കിലോമീറ്റർ അധിക യാത്ര ചെയ്യാനെടുക്കുന്ന സമയവും ചെലവും ഇന്ധനവും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരം ദശലക്ഷക്കണക്കിന് യാത്രകളാണ് പനാമ കനാൽ കാരണം ഇതുവരെ റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഈ ജലപാതയ്ക്കുണ്ട്. പനാമയുടെ പടിഞ്ഞാറ് പസഫിക് മഹാസമുദ്രമാണ്, കിഴക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രവും. പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ അല്പം ഉയർന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ 2 സമുദ്രങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുള്ള കനാലിലൂടെ സ്വാഭാവിക കപ്പൽ യാത്ര അത്ര ലളിതമായി നടക്കുന്ന കാര്യമല്ല. ലോക്കുകളുടെയും എലിവേറ്ററുകളുടെയും സങ്കീർണ സംവിധാനം ഉപയോഗിച്ചാണ് ഇവിടെ ഒരു സമുദ്രത്തിൽ നിന്നും മറ്റൊരു സമുദ്രത്തിലേക്ക് കപ്പലുകളെ കൊണ്ടുപോകുന്നത്. അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഈ കാണുന്ന ജല എലിവേറ്ററുകൾ പോലെ പ്രവർത്തിക്കുന്ന ലോക്കുകൾ ഉപയോഗിച്ച് കപ്പലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും വേണം. മുഴുവൻ സിസ്റ്റത്തിനും 12 ലോക്കുകൾ ഉൾപ്പെടുന്നു. കപ്പലുകൾ ഉയർത്തുന്നതിന് ലോക്കുകൾ വെള്ളം കൊണ്ട് നിറയ്ക്കുകയോ ആവശ്യമായ നിലയിലേക്ക് താഴ്ത്താൻ വെള്ളം കളയുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ സങ്കീർണമായ പ്രക്രിയയിലൂടെ കപ്പലുകളെ കടത്തിവിടുന്നതിന് പനാമ ഫീസും ഈടാക്കുന്നുണ്ട്. ഈ ഫീസും ട്രംപിൻ്റെ കലിപ്പ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ആ കഥ നമുക്ക് പിന്നാലെ പറയാം. ഇനി ഈ കനാലിൻ്റെ ചരിത്രം നമുക്കൊന്ന് ചികഞ്ഞു വരാം. 1800-കളിൽ അമേരിക്കൻ ബ്രിട്ടീഷ് ഭരണാധികാരികളും വ്യവസായികളും അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ വേഗത്തിലും ചെലവ് കുറഞ്ഞ നിലയിലും ചരക്കുകൾ അയക്കാൻ ആഗ്രഹിച്ചു. അതിനായി 1850-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഗ്രേറ്റ് ബ്രിട്ടനും ഒരു കനാൽ നിർമ്മിക്കാനായി ക്ലേറ്റൺ ബൾവർ ഉടമ്പടിയിൽ ചർച്ച നടത്തി. മധ്യ അമേരിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് നിക്കാരാഗ്വയിലൂടെയായിരുന്നു ഈ നിർദ്ദിഷ്ട കനാൽ. ആംഗ്ലോ അമേരിക്കൻ കനാൽ ഒരിക്കലും ആസൂത്രണ ഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് പോയില്ല. അതേസമയം പനാമ വഴി ഒരു കനാൽ നിർമ്മിക്കാനുള്ള ഫ്രഞ്ച് ശ്രമങ്ങൾ കൂടുതൽ മുന്നേറുകയും ചെയ്തു. അക്കാലത്ത് കൊളംബിയയുടെ ഭാഗമായിരുന്നു പനാമ.
ഈജിപ്തിലെ സൂയസ് കനാലിൻ്റെ നിർമ്മാതാവായ ഫെർഡിനാൻഡ് ഡി ലെസെപ്സിൻ്റെ നേതൃത്വത്തിൽ 1880-ൽ ഫ്രഞ്ചുകാർ പനാമയിൽ കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ആംഗ്ലോ അമേരിക്കൻ ശാപമോ അതോ ഫ്രഞ്ചുകാരുടെ ഭാഗ്യദോഷമോ പനാമയിലെ കനാൽ നിർമ്മാണത്തിന് പല വെല്ലുവിളികളും ഉയർന്നു വന്നു. മലേറിയ, മഞ്ഞപ്പിത്തം, മറ്റ് ഉഷ്ണമേഖല രോഗങ്ങൾ എന്നിവ ജോലിക്കാർക്കിടയിൽ പടർന്നു പിടിച്ചു. 9 വർഷത്തിനിടെ ഏകദേശം 20,000 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ക്രമേണ കനാൽ കുത്താനുള്ള ശ്രമം അവസാനിപ്പിച്ച് ഫ്രഞ്ചുകാർ ഈ മണ്ണ് വിട്ടു. പക്ഷേ അമേരിക്കയുടെ നിശ്ചയദാർഢ്യത്തിന് അപ്പോഴും തെല്ലും മങ്ങലേറ്റിരുന്നില്ല. 1901-ലെ ഹേ പൗണ്ട്സ്ഫോർട്ട് ഉടമ്പടി നിലവിൽ വന്നു. മുമ്പത്തെ ക്ലേറ്റൺ ബൾവർ ഉടമ്പടി റദ്ദാക്കുകയും സ്വന്തം കനാൽ നിർമ്മിക്കാനും നിയന്ത്രിക്കാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അനുമതി നൽകുന്നതുമായിരുന്നു ഈ കരാർ. നിർദ്ദിഷ്ട കനാലിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചയെ തുടർന്ന് 1902 ജൂൺ 19-ന് പനാമയിലൂടെ കനാൽ നിർമ്മിക്കുന്നതിന് അമേരിക്കൻ സെനറ്റ് അനുകൂലമായി വോട്ട് ചെയ്തു. 6 മാസത്തിനുള്ളിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ കൊളംബിയൻ വിദേശകാര്യമന്ത്രി തോമസ് ഹെറനുമായി പുതിയ കനാൽ നിർമ്മിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. സാമ്പത്തിക വ്യവസ്ഥകൾ കൊളംബിയൻ കോൺഗ്രസിന് അസ്വീകാര്യമായിരുന്നു. കൊളംബിയൻ ഭരണകൂടത്തിന് കീഴിൽ പനാമയിൽ കനാൽ നിർമ്മിക്കാൻ കഴിയില്ലെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് തിരിച്ചറിഞ്ഞു. രാഷ്ട്രതന്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്ന റൂസ്വെൽറ്റ് പനാമയിലെ സ്വാതന്ത്ര്യ പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പനാമയുടെ ഇരുകരകളിലും നങ്കൂരമിട്ടു. കൊളംബിയൻ സൈന്യത്തിന് സമാധാന ചർച്ച നടത്താനുള്ള സമയം പോലും നൽകാതെ പനാമ 1903 നവംബർ 3-ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക് ഓഫ് പനാമ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം നിലവിൽ വന്നു. 1903-ൽ തന്നെ അമേരിക്കയും പനാമയുമായി കനാൽ സംബന്ധിച്ച് പുതിയൊരു കരാർ നിലവിൽ വരികയും ചെയ്തു. പുതിയ കരാർ അനുസരിച്ച് അമേരിക്കയ്ക്ക് കനാൽ നിർമ്മിക്കാനായി 10 മൈൽ വീതിയുള്ള ഭൂമി വിട്ടു നൽകും. പകരം പനാമയ്ക്ക് $10 മില്യൺ ഒറ്റത്തവണയായും $2,50,000 വീതം വാർഷിക ചുങ്കമായും നൽകും. പനാമയുടെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകാൻ അമേരിക്കയുടെ സൈനിക സഹായമെന്നതും കരാറിൻ്റെ ഭാഗമായി. 1904-ൽ അമേരിക്ക പനാമ കനാലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു. 1914-ൽ കനാലിൻ്റെ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അമേരിക്ക മുന്നോട്ട് വെച്ചത് പുതിയൊരു രീതിയാണ്. അതായത് ഇത്രയും വലിയ മലനിരകൾ കുഴിച്ച് താഴ്ത്തി ഉണ്ടാക്കുന്ന രീതി ആയിരുന്നില്ല അത്. അതിനു പകരമായി മലനിരകളുടെ മുകൾ ഭാഗം നിരപ്പാക്കി 2 വശങ്ങളിലും ഒരു കനാൽ പോലെ ഉണ്ടാക്കി 2 സൈഡിലും ഡാമുകളും ഉണ്ടാക്കി. അതായത് കടലിന് മുകളിലായി ഒരു മനുഷ്യനിർമ്മിത തടാകം തന്നെ അവർ സൃഷ്ടിച്ചു. പക്ഷേ ഈ തടാകം മലമുകളിൽ ആണല്ലോ. കപ്പലിനെ എങ്ങനെ അവിടെ എത്തിക്കും? അതാണ് പനാമ കനാലിനെ വിസ്മയിപ്പിക്കുന്ന ആ എഞ്ചിനീയറിംഗ് ടെക്നോളജി. പല സ്റ്റേജുകളായുള്ള ഡോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കി. ഷിപ്പ് ആദ്യം ഫസ്റ്റ് സ്റ്റേജിലെ ഡോക്കിൽ കയറും. ഡോക്കിൻ്റെ മുന്നിലും പിന്നിലും ഉള്ള വാതിലുകൾ അടയ്ക്കും. എന്നിട്ട് തൊട്ടുമുകളിലെ ഡോക്കിലെ വെള്ളം ഷിപ്പ് നിൽക്കുന്ന ഡോക്കിലേക്ക് ഒഴുക്കും. അങ്ങനെ ഷിപ്പ് നിൽക്കുന്ന ഡോക്കിലേക്ക് വെള്ളം കയറി 2ലും ഒരേ ലെവലിൽ വെള്ളമാകും. അപ്പോൾ ആദ്യ ഡോക്കിൻ്റെ ഡോർ തുറന്ന് ഷിപ്പ് 2ാം ഡോക്കിലേക്ക് കയറും. ഇതേ പ്രോസസ്സ് തന്നെ 3ാം ഡോക്കിലേക്ക് കയറാനും നടക്കും. 3ാം ഡോക്കിലൂടെ ഷിപ്പ് മനുഷ്യനിർമ്മിത തടാകത്തിലേക്ക് പ്രവേശിക്കും. പിന്നീട് ഇതേ പ്രോസസ്സ് മറുവശത്തും നടക്കും. അതോടെ കപ്പൽ ആ വശത്തെ കടലിലേക്ക് പ്രവേശിക്കും. കനാൽ പൂർത്തിയായപ്പോഴേക്കും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഉദ്യമങ്ങളിലായി ആകെ 27,500 തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത്. കരാർ അനുസരിച്ച് കനാലിൻ്റെയും കനാലിന് ഇരുകരകളിലുമുള്ള 5 മൈൽ വീതം വിസ്തൃതിയുള്ള പനാമ കനാൽ സോണിൻ്റെയും നിയന്ത്രണം അമേരിക്കയ്ക്കായിരുന്നു. ഇവിടെ അമേരിക്കൻ സൈന്യത്തിൻ്റെ സ്ഥിരം സാന്നിധ്യവും ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ പരമാധികാരത്തിൻ്റെ പരിധിയിലായിരുന്നു ഈ ഭൂപ്രദേശം. തങ്ങളുടെ മണ്ണിലെ അമേരിക്കൻ അധിനിവേശമായാണ് പനാമ കനാലിലെ അമേരിക്കയുടെ നിയന്ത്രണത്തെ പനാമയിലെ ഒരുപറ്റം ആളുകൾ കണ്ടത്. ഇത് പനാമയിൽ സംഘർഷങ്ങൾക്ക് കാരണമായി. 1964-ൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സ്ഥലത്തെ സ്കൂളിൽ പനാമയുടെ പതാക ഉയർത്താൻ ഒരു സംഘം വിദ്യാർത്ഥികൾ ശ്രമിച്ചത് വലിയ കലാപത്തിലേക്കാണ് തിരികൊളുത്തിയത്. അമേരിക്കൻ വിദ്യാർത്ഥികൾ നിരവധി പനാമ പൗരന്മാരെ കൊന്നൊടുക്കി. പനാമക്കാർ ആ ദിവസത്തിൻ്റെ സ്മരണയിൽ ഇപ്പോഴും രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു വരുന്നു. സംഘർഷാത്മകമായ സ്ഥിതിവിശേഷം തുടർന്നതോടെ പനാമയിലെ സൈനിക ഭരണാധികാരിയായിരുന്ന ഒമർ ടോറിഹോസ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സണുമായി ചർച്ച തുടങ്ങി. 1977-ൽ ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ കനാലിൻ്റെ നിയന്ത്രണം ഭാഗികമായി പനാമയ്ക്ക് വിട്ടു നൽകി. 1999 ഡിസംബർ 31-ന് കനാലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി പനാമയ്ക്ക് ലഭിച്ചു. ആ കാലം വരെ കനാലിൻ്റെ പരമാധികാര ചുമതലകൾ നിർവഹിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. പനാമയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ പലപ്പോഴും തർക്ക വിഷയമായിരുന്നു ഈ കനാൽ. ഇടയ്ക്ക് വെച്ച് പനാമ തന്നെ പിടിച്ചെടുത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ കൂടെ ചേർക്കണമെന്ന വികാരം അമേരിക്കയിൽ ശക്തമായിരുന്നു. ഇന്ന് പനാമ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പനാമ കനാൽ അതോറിറ്റിക്കാണ് നിയന്ത്രണ ചുമതല. പനാമ കനാലിൻ്റെ നിയന്ത്രണം ചൈനയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ട്രംപ് പനാമയുടെ മേൽ അവകാശവാദം ഉയർത്താനുള്ള പ്രധാന കാരണം. അമേരിക്കയുമായുള്ള ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പനാമ ലംഘിച്ചെന്നും കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പനാമ അന്യായ നിരക്ക് ചുമത്തുന്നുവെന്നും കനാൽ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നുവെന്നും ട്രംപ് ആവർത്തിക്കുന്നു.
പനാമ കനാലിൻ്റെ ഇരുഭാഗത്തുമുള്ള ബൽബോവ, ക്രിസ്റ്റോബൽ എന്നീ തുറമുഖങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ചൈനീസ് കമ്പനികളാണ്. എന്നു മാത്രമല്ല 2047 വരെ തുറമുഖം നടത്തിപ്പിനുള്ള പാട്ടക്കരാറും അവർ സ്വന്തമാക്കി കഴിഞ്ഞു. ട്രംപിൻ്റെ കലിപ്പിന് ഇനി മറ്റു കാരണം വല്ലതും വേണോ? അമേരിക്കയെ പോലെ തന്നെ ചൈനയ്ക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും എത്തിക്കാനുള്ള എളുപ്പ വഴിയാണ് പനാമ കടലിടുക്ക്. സാമ്പത്തിക തന്ത്രങ്ങളിലൂടെയാണ് അവർ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം കരസ്ഥമാക്കുന്നത്. സാങ്കേതികമായി പനാമ സർക്കാരിന് കീഴിലുള്ള പനാമ കനാൽ അതോറിറ്റിക്ക് തന്നെയാണ് കനാലിൻ്റെ ഉടമസ്ഥാവകാശമെങ്കിലും അവരുടെ പ്രായോഗിക നിയന്ത്രണം ചൈനീസ് കമ്പനികളുടെ പക്കലാണ് എന്നത് ട്രംപിന് സഹിക്കാനാകില്ല. അതേസമയം ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശമില്ലെന്നാണ് പനാമ വ്യക്തമാക്കുന്നത്. കനാൽ പിടിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ പനാമ ഐക്യരാഷ്ട്രസഭയിൽ പരാതിയും നൽകിയിരിക്കുകയാണ്. പക്ഷേ ട്രംപ് തൻ്റെ നിലപാട് ആവർത്തിക്കുമ്പോൾ അമേരിക്കൻ വൻകരകൾക്കിടയിലെ ഈ സുപ്രധാന തുരുത്ത് അശാന്തിയിലേക്ക് കൂപ്പുകുത്തുമോ എന്നാണ് ലോകം ഭയക്കുന്നത്.